പുതുതായി ക്രെഡിറ്റ് കാർഡ് വാങ്ങാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ? എന്നാൽ 2025 നമുക്ക് വാങ്ങാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ള 5 ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. ആനുവൽ ഫീ ആയി ഒന്നും നൽകേണ്ടതില്ല, പക്ഷേ വളരെ വലിയ റിവാർഡ്സും ലഭിക്കുന്നു. ഏതൊക്കെയാണ് ഈ 5 ക്രെഡിറ്റ് കാർഡുകൾ? ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ അത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാർഡ് ചൂസ് ചെയ്യാനും സാധിക്കും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ് വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്രെഡിറ്റ് കാർഡാണ് കൊടക് 811 ഡ്രീം ഡിഫറൻറ്റ് ക്രെഡിറ്റ് കാർഡ്. എന്തുകൊണ്ടാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ബെറ്റർ ചോയ്സ് ആയി മാറുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ് ഇത്. നിങ്ങൾ എത്ര രൂപയാണോ FDI നിക്ഷേപിച്ചിട്ടുള്ളത് ആ ഒരു തുകയുടെ 90% നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് ആയി യൂസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഓൺലൈനായി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1% ക്യാഷ് ബാക്ക് നേടാൻ സാധിക്കും. അത് മാത്രമല്ല, ഓഫ്ലൈനായി നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 0.25% ക്യാഷ് ബാക്ക് നേടാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ കാർഡിലൂടെ ലഭിക്കുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ്, നിങ്ങൾ ഓൺലൈനായി ആമസോണിൽ പർച്ചേസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബെനിഫിറ്റ് യൂസ് ചെയ്യാൻ സാധിക്കും. മാസത്തിൽ നിങ്ങൾ 1000 രൂപയ്ക്ക് എബോവായി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 500 രൂപയുടെ ആമസോൺ വൗച്ചറും നേടാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു കാർഡിന്റെ മൈൽ സ്റ്റോൺ ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കാം. വർഷത്തിൽ 36,000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ ആമസോണിലൂടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 200 രൂപയുടെ ക്യാഷ് വൗച്ചർ നേടാൻ സാധിക്കും. വർഷത്തിൽ നിങ്ങൾ 72,000 രൂപയ്ക്ക് മുകളിൽ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപയുടെ ആമസോൺ വൗച്ചറും നേടാൻ സാധിക്കും. അത് മാത്രമല്ല, നിങ്ങൾ OTT പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും ബെനിഫിറ്റ് നേടാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എത്ര രൂപയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി നൽകേണ്ടതെന്ന് നോക്കാം. മിനിമം FDI നിങ്ങൾ നൽകേണ്ടത് 10,000 റുപ്പീസ് ആണ്. അതിന് മുകളിൽ നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും FDI ഇടാൻ സാധിക്കും. പക്ഷേ മിനിമം ആയി നിങ്ങൾ ഒരു 10,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതിൽ നമുക്ക് സ്പെഷ്യൽ ബെനിഫിറ്റ് ആയിട്ട് എടുത്ത് പറയാൻ സാധിക്കുന്നത്, നിങ്ങൾ ഒരു കൊടക് 811 യൂസർ ആണെങ്കിൽ വെറും 555 രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി ഇട്ടാൽ മതിയാകും. നിങ്ങൾ ഒരു നോർമൽ യൂസർ ആണെങ്കിൽ നിങ്ങൾ FDI നൽകേണ്ടത് 10,000 റുപ്പീസ് ആണ്. പക്ഷെ നിങ്ങൾ കൊടക് 811 യൂസർ ആണെങ്കിൽ നിങ്ങൾ വെറും 555 രൂപ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നേടാൻ സാധിക്കും. രണ്ടാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്രെഡിറ്റ് കാർഡാണ് വൺ കാർഡ് FD ക്രെഡിറ്റ് കാർഡ്. ഈ ഒരു കാർഡിന്റെ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡ് ആണ് ഇത്. ഈ ഒരു കാർഡിന്റെ പ്ലാസ്റ്റിക് ആൻഡ് മെറ്റൽ വേരിയന്റ് നമുക്ക് നേടാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. 50,000 രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി നിങ്ങൾ നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് മെറ്റൽ കാർഡ് നേടാൻ സാധിക്കും. 5,000 രൂപ മുതൽ 20,000 രൂപ വരെയാണ് നിങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി നിക്ഷേപിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കാർഡും നേടാൻ സാധിക്കും. ഇതൊരു 100% FD ബാക്ക്ഡ് ക്രെഡിറ്റ് ലിമിറ്റ് ആണ് ഉള്ളത്. നിങ്ങൾ എത്ര രൂപയാണോ FDI നിക്ഷേപിക്കുന്നത്, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മെറ്റൽ കാർഡാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ 50,000 രൂപ FDI നിക്ഷേപിക്കേണ്ടതുണ്ട്. അല്ലാതെ നമുക്ക് 5,000 രൂപ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. 5,000 രൂപ മുതൽ 20,000 രൂപ വരെയാണ് നിങ്ങൾ FDI ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കാർഡ് ലഭിക്കും. അപ്പോൾ നിങ്ങൾ എത്ര രൂപയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, FDI നിക്ഷേപിക്കുന്നത്, 50,000 രൂപ ആയിക്കൊള്ളട്ടെ, 5,000 രൂപ ആയിക്കൊള്ളട്ടെ, എത്ര രൂപ വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ FDI നിക്ഷേപിക്കുന്ന ആ ഒരു തുകയുടെ 7.5% ഇൻട്രസ്റ്റ് റേറ്റും നിങ്ങൾക്ക് നേടാൻ സാധിക്കും. അത് മാത്രമല്ല, ഇതിന് മറ്റൊരു സേഫ്റ്റി വശമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്, ഈ ഒരു ക്രെഡിറ്റ് കാർഡ് 6 ബാങ്കുകളുമായി പാർട്ട്ണർഷിപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു സേഫ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ക്രെഡിറ്റ് കാർഡായി ഇതിനെ പറയാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ മിന്ത്രയിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 6% ക്യാഷ് ബാക്ക് നേടാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഫ്ലിപ്കാർട്ടിലൂടെ സാധനം വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 3% ക്യാഷ് ബാക്ക് നേടാൻ സാധിക്കും. നൈക്ക പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 5% ക്യാഷ് ബാക്ക് നേടാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ റിവാർഡ് റേറ്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ ബേസ് റിവാർഡ് റേറ്റ് പറയുന്നത് 0.25% ആണ്. ടോപ്പ് കാറ്റഗറീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 1% ക്യാഷ് ബാക്കും നേടാൻ സാധിക്കും. ഇനി നമ്മൾ മൂന്നാമതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്രെഡിറ്റ് കാർഡാണ് ക്രെഡിറ്റ് പേ യെസ് ബാങ്ക് ഏസ് ക്രെഡിറ്റ് കാർഡ്. ഈ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് വളരെ പ്രധാനമായി എടുത്തു പറയാൻ സാധിക്കുന്നതാണ്, നമ്മൾ ക്രെഡിറ്റ് പേ ആപ്പ് വഴി UPI സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ 2% ക്യാഷ് ബാക്ക് നേടാൻ സാധിക്കും. അതായത് നമ്മൾ UPI സാധാരണ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പണ്ടായിരുന്നു നമ്മൾ എല്ലാവരും കാശ് കൊടുത്ത് സാധനം വാങ്ങിച്ചിരുന്നത്. പക്ഷെ നമ്മളിപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് UPI. ഓൺലൈനായി നമ്മൾ പൈസ, നമ്മളുടെ ബിൽസ് പേയ്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ UPI ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമ്മൾ ഈ ഒരു ക്രെഡിറ്റ് പേ ആപ്പ് വഴിയാണ് നടത്തുന്നതെങ്കിൽ നമുക്ക് ഓരോ
ട്രാൻസാക്ഷനും 2% ക്യാഷ് ബാക്ക് നേടാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ക്രെഡിറ്റ് പേ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 60% ഡിസ്കൗണ്ടും നേടാൻ സാധിക്കും. അത് മാത്രമല്ല, നമുക്ക് അഡീഷണൽ ആയി കുറച്ച് യെസ് ബാങ്കിന്റെ റിവാർഡ്സും നേടാൻ സാധിക്കും. ഓൺലൈനായി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 2% റിവാർഡ്സ് നേടാൻ സാധിക്കും. ഓഫ്ലൈനായി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 1% റിവാർഡ്സ് നേടാൻ സാധിക്കും. യൂട്ടിലിറ്റീസ് ആണെങ്കിൽ 0.5% റിവാർഡ്സ് നേടാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് പേ ക്രെഡിറ്റ് കാർഡിന്റെ ന്യൂ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ബിൽ പേയ്മെന്റ് നടത്തുകയാണെങ്കിൽ നമുക്ക് 10 രൂപ ക്യാഷ് ബാക്ക് നേടാൻ സാധിക്കും. അത് മാത്രമല്ല, FD ബുക്കിംഗ്, ഗോൾഡ് എന്നിവ പോലുള്ള പുതിയ ഫീച്ചറുകൾ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾ പുതുതായി ഒരു ക്രെഡിറ്റ് കാർഡ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് പേ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഇനി നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് വാങ്ങാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് വാങ്ങാനുള്ള എലിജിബിലിറ്റി വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് 21 വയസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് വാങ്ങാൻ സാധിക്കും. അതുമാത്രമല്ല, നിങ്ങൾക്ക് മന്ത്ലി ഇൻകം, മാസ വരുമാനം 25,000 രൂപയെങ്കിലും മിനിമം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് വാങ്ങാൻ സാധിക്കും. പിന്നെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് യെസ് ബാങ്കിൽ നിന്ന് വേറെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ വളരെ പ്രധാനമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നിങ്ങൾ ക്രെഡിറ്റ് പേ ക്രെഡിറ്റ് കാർഡ് വാങ്ങുന്നുണ്ടെങ്കിൽ വളരെ ലിമിറ്റഡ് ടൈം ബോണസും നൽകിയിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ പുതുതായി ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് പേ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. താഴെ നൽകിയിട്ടുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപയുടെ ബോണസ് പോയിന്റ് നേടാൻ സാധിക്കും. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, ഇപ്പോൾ തന്നെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് സ്വന്തമാക്കൂ. നാലാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്രെഡിറ്റ് കാർഡാണ് ആമസോൺ പേ ICICI ക്രെഡിറ്റ് കാർഡ്. എന്തുകൊണ്ടാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് മികച്ചതാണെന്ന് നമുക്ക് നോക്കാം. ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡാണ്. അതാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ വളരെ മികച്ച ഒരു ഓപ്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മില്യൺസ് ഓഫ് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് ഇത്. അതുകൊണ്ട് ഇത് ട്രസ്റ്റബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്നത് പ്രൈം യൂസേഴ്സിന് 5% ക്യാഷ് ബാക്ക് നേടാൻ സാധിക്കും. അപ്പോൾ നോൺ പ്രൈം യൂസേഴ്സ് ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട. നിങ്ങൾ ഒരു നോൺ പ്രൈം യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് 3% ക്യാഷ് ബാക്ക് നേടാനും സാധിക്കും. നിങ്ങൾ ഒരു ആമസോൺ പാർട്ട്ണർ ആണെങ്കിൽ നിങ്ങൾക്ക് 2% ക്യാഷ് ബാക്ക് നേടാൻ സാധിക്കും. ആമസോൺ പേ വഴി നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2% ക്യാഷ് ബാക്ക് നേടാൻ സാധിക്കും. ഈ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ ബെനിഫിറ്റ്സ് ആയി നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഒരു ICICI കസ്റ്റമർ ആണെങ്കിൽ നിങ്ങളുടെ മന്ത്ലി സാലറി 25,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നേടാൻ സാധിക്കും. നിങ്ങൾ ഒരു പക്ഷേ ICICI കസ്റ്റമർ അല്ലെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി സാലറി 30,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നേടാൻ സാധിക്കും. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ അപ്രൂവൽ റേറ്റ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടുമോ എന്ന കാര്യവും സംശയമാണ്. അതാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയി നമുക്ക് പറയാൻ സാധിക്കുന്നത്. അവസാനമായി 5ാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്രെഡിറ്റ് കാർഡാണ് ഫെഡറൽ ബാങ്ക് സെലസ്റ്റ ക്രെഡിറ്റ് കാർഡ്. നിങ്ങൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നേടുകയാണെങ്കിൽ നിങ്ങൾക്ക് വെൽക്കം ഓഫറായി ലഭിക്കുന്നത് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 15,000 രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 600 രൂപയുടെ ആമസോൺ വൗച്ചർ നേടാൻ സാധിക്കും. ഈ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ റിവാർഡ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ഇന്റർനാഷണലും അതുപോലെ തന്നെ നാഷണലിയും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 0.75% റിവാർഡ്സ് നേടാൻ സാധിക്കും. നിങ്ങൾ ഡൈനിങ്ങിനായി ഈ ഒരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 0.5% റിവാർഡ്സ് നേടാൻ സാധിക്കും. മറ്റുള്ള ആവശ്യങ്ങൾക്കായാണ് നിങ്ങൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 0.25% റിവാർഡും നേടാൻ സാധിക്കും. ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ള ഒരു ബെനിഫിറ്റുമായാണ് ഞാൻ അടുത്ത് വരുന്നത്. നമ്മൾ എല്ലാവരും ഇന്റർനാഷണൽ അല്ലെങ്കിൽ നമ്മൾ എയർപോർട്ട് ആക്സസ്, നമ്മൾ ഫ്ലൈറ്റ് യാത്രയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എല്ലാവരും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ലോഞ്ച് ആക്സസ്. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് ലോഞ്ച് ആക്സസ് ലഭിക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഇന്റർനാഷണലി ആണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വർഷത്തിൽ 2 ലോഞ്ച് ആക്സസ് ആണ് ലഭിക്കുന്നത്. നിങ്ങൾ ഇന്ത്യക്കുള്ളിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് ആയി നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇയർലി നിങ്ങൾക്ക് ഏകദേശം 16 ലോഞ്ച് ആക്സസ് ആണ് ലഭിക്കുന്നത്. പിന്നെ നമുക്ക് വളരെ പ്രധാനമായിട്ട് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡ്. നമ്മൾ ഈ പറഞ്ഞ 5 ക്രെഡിറ്റ് കാർഡുകളും ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡുകളാണ്. അപ്പോൾ ഞാൻ ഇന്ന് 5 ടൈപ്പ് ഓഫ് ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ബെസ്റ്റ് ആണെന്ന് തോന്നിയത് ആ ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ക്രെഡിറ്റ് പേ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചും പറഞ്ഞു. ആ ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ എടുക്കാൻ
ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓഫറിനെ കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഓഫർ നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വർഷം ചൂസ് ചെയ്യാൻ കഴിയുന്ന 5 ബെസ്റ്റ് ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏത് കാർഡാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാർഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണണമെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി ഏത് തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ. Boss Wala. Be the boss.